PV അൻവറിനു വേണ്ടി കെ സുധാകരൻ. അൻവറിനെ മുന്നണിയിലെടുക്കണമെന്ന ആവശ്യം. ഓൺലൈൻ വഴിയാണ് സുധാകരൻ യോഗത്തിൽ പങ്കെടുത്തത്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി റോഷിബാൽ ചേരുകയാണ്. റോഷിബാൽ, നമുക്കറിയാം ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അൻവറുമായി ബന്ധപ്പെട്ട ചർച്ചകളും മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്ന ഘട്ടത്തിൽ തന്നെ കെ സുധാകരന്റെയൊക്കെ പ്രതികരണം അത് അൻവറിന് അനുകൂലമായി തന്നെ വന്നിരുന്നു. എന്തായാലും ഈ ഘട്ടത്തിലും അൻവർ ഒരു ഫാക്ടറാണെന്ന് നിലമ്പൂരിൽ തെളിയിച്ചു കഴിഞ്ഞതിന് ശേഷവും കെ സുധാകരൻ അൻവറിന് വേണ്ടി വാദിക്കുന്നുണ്ടോ? റോഷ്നി, നേരത്തെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച മുതൽ തന്നെ PV അൻവറിനെ UDF ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമായി ഉന്നയിച്ചത് KPCയുടെ മുൻ അധ്യക്ഷനായ കെ സുധാകരനാണ്. സമാനമായ നിലപാട് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷവും സ്വീകരിച്ചിരുന്നു കെ സുധാകരൻ. ഇന്ന് സുധാകരൻ KPCC രാഷ്ട്രീയ സമിതി യോഗത്തിൽ നേരിട്ട് പങ്കെടുത്തിരുന്നില്ല, ഓൺലൈനിലാണ് യോഗത്തിൽ പങ്കെടുത്തത്. ആ യോഗത്തിലാണ് ഇപ്പോൾ PV അൻവറിനെ കൂടി ഉൾപ്പെടുത്തണമെന്ന ആവശ്യം കെ സുധാകരൻ ഉന്നയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ വിഷയം ഇന്ന് യോഗത്തിൽ കെ സുധാകരനാണ് പ്രധാനമായും ഉന്നയിച്ചത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം വിലയിരുത്തുമ്പോഴാണ് സുധാകരൻ ഈ ആവശ്യം ഉന്നയിച്ചത്. കാരണം നിലമ്പൂരിൽ ഒറ്റയ്ക്ക് മത്സരിച്ച PV അൻവർ ശക്തി തെളിയിച്ച ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സുധാകരൻ ഈ ആവശ്യം ഉന്നയിക്കുന്നത്. കാരണം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അൻവറിന്റെ സഹായം കൂടെ ഉണ്ടെങ്കിൽ ശക്തമായ ഒരു മുന്നേറ്റം UDF ഉണ്ടാക്കാൻ കഴിയുമെന്ന അഭിപ്രായമാണ് സുധാകരൻ ഉയർത്തുന്നത്. നേരത്തെ മുസ്ലിം ലീഗും സമാനമായ നിലപാട് അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഫാക്ടറായി മാറിയെന്ന അഭിപ്രായം ഉയർത്തിയിരുന്നു. ഏതായാലും അവിടെ ആര്യാടൻ ഷൗക്കത്ത് ഉൾപ്പെടെ നേരത്തെ യോഗത്തിന് മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് നിലമ്പൂരിൽ ഫാക്ടറല്ല PV അൻവർ എന്നായിരുന്നു. പക്ഷേ മറ്റൊരു വ്യത്യസ്തമായ അഭിപ്രായമാണ് സുധാകരൻ യോഗത്തിൽ ഉയർത്തിയത്. ഇതിനൊപ്പം തന്നെ KPCC പുനഃസംഘടന വളരെ പെട്ടെന്ന് പൂർത്തിയാക്കണമെന്ന ഒരു തീരുമാനവും യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. DCC പുനഃസംഘടന ഉൾപ്പെടെ പെട്ടെന്ന് തന്നെ തീരുമാനിക്കും. അതിനുവേണ്ടി മുതിർന്ന നേതാക്കളെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. റോഷിബാൽ, നമുക്കറിയാം VD സതീശന്റെ ഒരു നിലപാട് അത് അൻവറിന് അനുകൂലമല്ല. അൻവറിനെതിരായ ഒരു സ്റ്റാൻഡിൽ VD സതീശൻ നിൽക്കുമ്പോൾ കെ സുധാകരൻ ഇങ്ങനെ PV അൻവറിനെ അനുകൂലിച്ച് രംഗത്തെത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ വലിയൊരു അഭിപ്രായ ഭിന്നത അത് ഇനി ഒരു മറയില്ലാതെ തന്നെ പുറത്തു വരുന്ന ഒരു സാഹചര്യം ഇനിയും ഉണ്ടാകില്ലേ? തർക്കങ്ങളൊന്നുമില്ലാതെ ഐക്യത്തോടെ മുന്നോട്ട് പോകണമെന്ന ആഹ്വാനത്തോടെയാണ് ഇന്ന് രാഷ്ട്രീയകാര്യ സമിതി യോഗം അവസാനിച്ചത്. KPCC ഭാരവാഹികളുടെ യോഗം വരുന്ന മാസം 2-ന് തീരുമാനിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിനകത്ത് തർക്കങ്ങൾ ഉണ്ടാകാൻ പാടില്ലെന്ന കർശന നിർദ്ദേശം ഹൈക്കമാൻഡും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്ത് പരസ്യ അഭിപ്രായ പ്രകടനത്തിലുള്ള സാധ്യത കുറവാണ്. എന്നാൽ പോലും PV അൻവറിനെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത അഭിപ്രായമാണ് കോൺഗ്രസിനകത്ത് ഇപ്പോൾ രൂപപ്പെട്ടു വരുന്നത്. അത് കെ സുധാകരന്റെ കർക്കശമായ നിലപാടാണ്. അതേസമയം ഈ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടും സ്വീകരിക്കുന്നുണ്ട്. ഒരു കാരണവശാലും PV അൻവറിനെ മുന്നണിയിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. പക്ഷേ ഈ കാര്യത്തിൽ മുസ്ലിം ലീഗിന്റെ അഭിപ്രായം, മുസ്ലിം ലീഗിന്റെ നിലപാടും നിർണായകമായി മാറാനാണ് സാധ്യത. UDF യോഗത്തിൽ മുസ്ലിം ലീഗ് കടുത്ത നിലപാട് സ്വീകരിച്ചാൽ സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ കാര്യത്തിൽ വഴങ്ങേണ്ടി വരും. കാരണം മുസ്ലിം ലീഗും കെ സുധാകരൻ അടക്കം ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിലുള്ളത് കൊണ്ടാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ മാത്രമല്ല തൊട്ടടുത്തുള്ള മണ്ഡലങ്ങളിൽ പോലും PV അൻവറിന്റെ പിന്തുണ വലിയ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന അഭിപ്രായമാണ് ലീഗിനുമൊപ്പം കെ സുധാകരൻ അടക്കമുള്ള PV അൻവറിനെ മുന്നണിയിൽ ഉൾപ്പെടുന്ന ആവശ്യം ഉയർത്തുന്നവർക്കുള്ളൂ. നേരത്തെ സണ്ണി ജോസഫ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ PV അൻവർ നിർണായക ഫാക്ടറായി എന്ന അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നു. പിന്നീട് VD സതീശൻ ഉൾപ്പെടെ മറ്റൊരു വ്യത്യസ്ത അഭിപ്രായം സ്വീകരിച്ച പശ്ചാത്തലത്തിൽ കൂടിയാണ് ആ അഭിപ്രായം സണ്ണി ജോസഫ് തിരുത്തിയത്. എന്നാൽ പോലും കെ സുധാകരൻ സമാനമായ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്ന റോഷിബാൽ, ഇതിലിപ്പോ എന്തായാലും ലീഗിന്റെ ഒരു നിലപാട് അത് എത്രത്തോളം പ്രസക്തമാണെന്ന് നമുക്ക് മുബഷീറിനോട് കൂടി ചോദിക്കാം. മുബഷീർ, ഈ ലീഗ് നേതൃയോഗം എന്തായാലും മലപ്പുറത്ത് ചേരുകയാണ്. നമുക്കറിയാം അൻവർ ഒരു ഫാക്ടർ ആണെന്ന് ലീഗ് മുതിർന്ന നേതാവ് ET മുഹമ്മദ് ബഷീർ അടക്കം ഏറ്റവും ഒടുക്കം പറഞ്ഞൊരു സാഹചര്യമുണ്ട്. ലീഗിനെ സംബന്ധിച്ച് അവർ അൻവറിന് അനുകൂലമായാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു അൻവർ ഫാക്ടർ അതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യം ലീഗിനുള്ളപ്പോൾ അത് കോൺഗ്രസിന് ബോധ്യപ്പെടാതെ പോകുമോ? UDF എങ്ങനെ ഒരു തീരുമാനത്തിലെത്തും? മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം നേതാക്കൾക്ക് PV അൻവറിനെ ആ നിലയിൽ തന്നെ കൂടെ കൂട്ടണമെന്നൊരു അഭിപ്രായം തന്നെയാണുള്ളത്. ഇന്നലെ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി കൂടെയായിട്ടുള്ള ET മുഹമ്മദ് ബഷീർ അത്തരം ഒരു പ്രതികരണം നടത്തിയത് നമ്മൾ കണ്ടതാണ്. PV അൻവർ ഒരു ഫാക്ടറാണെന്ന് ബോധ്യപ്പെട്ടു ഈ തെരഞ്ഞെടുപ്പ് കൂടിയാണെന്നുള്ളതായിരുന്നു ET പറഞ്ഞിരുന്നത്. കൂടാതെ ഈ മുന്നണി വിപുലീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അത് വിലയിരുത്തേണ്ട സമയം കൂടിയാണിത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും സമാന മനസ്ഥിതിയുള്ള ആളുകളെ ചേർത്ത് നിർത്തുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമെന്നുള്ളതായിരുന്നു ET പറഞ്ഞിരുന്നത്. ഇന്നിപ്പോൾ മലപ്പുറം ലീഗ് ഹൗസിൽ മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട നേതൃയോഗം ചേരുന്നുണ്ട്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലാണ്
തന്നെയാണ് യോഗം ചേരുന്നത്. ഇ ടി ഉൾപ്പെടെയുള്ള പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാക്കൾ ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ഒരു യോഗത്തിലും ഈ വിഷയങ്ങൾ ചർച്ചയാകുമെന്നുകൂടെ മനസ്സിലാക്കാൻ ഒരു വിഭാഗം നേതാക്കൾക്ക് വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ പി വി അൻവർ കൂടെയുണ്ടെങ്കിൽ അത് ഗുണം ചെയ്യുന്നൊരു അഭിപ്രായം തന്നെയാണുള്ളത്. വിശേഷം ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ പി വി അൻവർ വോട്ടുപിടിച്ചൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ നേതാക്കൾ ഇത്തരമൊരു അഭിപ്രായം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ മുസ്ലിം ലീഗിന്റെ നേതൃയോഗം സമാപിക്കും. അതിനുശേഷം നേതാക്കൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തൊക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്തു എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. റോഷ്നി. ഓക്കെ, മുബഷീറാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ലീഗിന്റെ യോഗവും മുസ്ലിം ലീഗ് സംസ്ഥാന സമിതി യോഗവും മലപ്പുറത്ത് ചേരും. അപ്പോൾ നിർണായകമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്നു കാണാം.